മലപ്പുറം ചട്ടിപ്പറമ്പിൽ 5ാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവമുണ്ടല്ലോ. അതില് മുഖ്യ പ്രതിയായ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലാകുകയാണ്. ശരിക്കു പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഭർത്താവ് എന്ന് പറയുന്ന സിറാജുദ്ദീൻ മെനഞ്ഞ ഒരു ഗൂഢാലോചനയുടെ ചുരുളുകളാണ് ആ സ്ത്രീയിൽ നിന്നും അഴിച്ചെടുക്കാൻ കഴിയുന്നത്. അസ്മയുടെ പ്രസവമെടുക്കാൻ സഹായിച്ച സ്ത്രീയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഒതുക്കുങ്ങൽ സ്വദേശിയായ ഫാത്തിമയെയാണ് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സിറാജുദ്ദീന്റെ നിർദ്ദേശപ്രകാരമാണ് ഫാത്തിമ പ്രവർത്തിച്ചത്. ഇതോടെ യുവതി ചികിത്സ കിട്ടാതെ മരിച്ചതിന് കാരണം സിറാജുദ്ദീന്റെ അനാസ്ഥയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചു എന്നാണ് സിറാജുദ്ദീനെതിരായ കുറ്റം. പ്രസവത്തിൽ അസ്മ മരിച്ചതുകൊണ്ട് നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട്. അസ്മയുടെ നേരത്തെയുള്ള 4 മക്കളിൽ 2 മക്കളെ പ്രസവിച്ചത് വീട്ടിലാണ്. ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതുകൊണ്ടാണ് വീട്ടിൽ പ്രസവിച്ചത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായിട്ട് പോലീസ് പറഞ്ഞു. യുവതിയുടെ മരണം അതിദാരുണമാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചത്. സിറാജുദ്ദീന്റെ കൺമുമ്പിൽ കിടന്ന് രക്തം വാർന്ന് പിടഞ്ഞ് ജീവനു വേണ്ടി യാചിച്ചും കെഞ്ചിയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മാറത്തടിച്ച് നിലവിളിച്ചും ആ സ്ത്രീ അന്ത്യശ്വാസം വലിച്ചു. കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. മടവൂർ കാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കി എന്നാണ് ആക്ഷേപം. അക്യുപങ്ചർ പഠിച്ചതുകൊണ്ട് വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു 3 പ്രസവങ്ങളും. വീട്ടിൽ തന്നെ 3 പ്രസവങ്ങളും നടത്താൻ അസ്മയെ ഇയാൾ നിർബന്ധിച്ചു എന്ന് തന്നെയാണ് തെളിവ്. വേദന കടിച്ചമർത്തി 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മയ്ക്ക് 3ാമത്തേത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. ഒടുവിൽ രക്തം വാർന്നു മരണവും. പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ. മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മരണ കാരണം കണ്ടെത്താൻ കഴിയൂ. ഇയാൾ മനഃപൂർവ്വം അവരെ കൊന്നതാണോ അല്ലേ? എത്ര മണിക്കൂറാണ് അവർ ജീവന് വേണ്ടി കേണ് നിലവിളിച്ചത്? കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ട് തന്നെ വരണം. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ ആ രാത്രി തന്നെ പായയിൽ പൊതിഞ്ഞ് ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോയതിനിടയിലാണ് ഇയാൾ പിടിക്കപ്പെടുന്നത്. ഇയാള് മടവൂർ കാഫില എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ജയിലിനകത്ത് കിടന്ന് മടവൂർ ഷെയ്ഖെ എന്ന് വിളിച്ചാൽ മരിച്ചുപോയ അസ്മയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇയാൾ വിശ്വസിക്കുന്നുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. മരണവിവരം രഹസ്യമാക്കി മൃതശരീരം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ വീട്ടുപ്രസവത്തിൽ യുവതിയെ നിർബന്ധിച്ച ഭർത്താവ് അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസെടുക്കണം എന്നും ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വീട്ടുപ്രസവത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുൻനിർത്തി ആരോഗ്യവകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ്. ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറക്കപ്പടിയിലെ വീട്ടുകാർ അറിയുന്നത്. അതായത് അസ്മയുടെ വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണ് എന്ന് ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു. ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലെത്തിയത്. ബാപ്പയുടെ അടുത്ത് തന്നെ മറവ് ചെയ്യണം എന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത്. വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കിയപ്പോൾ സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയം തോന്നി. അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകാത്തത് ചോദ്യം ചെയ്തു. തുടർന്ന് ഇവര് തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി. ഇരുവിഭാഗത്തെയും 5 പേർക്ക് വീതം പരിക്കേറ്റു. ഇതിനിടയിലാണ് വിവാദം പുതിയ തലത്തിലേക്ക് മാറിയത്. ആലോചിക്കണം, ഒരു സ്ത്രീയെ അതിദാരുണമാം വിധം കൊലയ്ക്ക് വിട്ടുകൊടുത്ത് ഏതാണ്ട് 4-5 മണിക്കൂറോളം അവരെ മരണവേദന അനുഭവിപ്പിച്ച്
ഒരു സാഡിസ്റ്റിനെ പോലെ ആ സ്ത്രീയെ മരിപ്പിച്ച കൊന്ന 10 മണിക്കൂറോളം ആ ജനിച്ച കുഞ്ഞിന് ഒരിറ്റ് പാല് പോലും കൊടുക്കാൻ സമ്മതിക്കാത്ത രൂപത്തിൽ ആ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ച നരാധമന് വേണ്ടി സംസാരിക്കാനും ആളുണ്ടായി എന്നതുകൊണ്ടാണ് ഇരുഭാഗത്തും 5 പേർക്ക് വീതം പരിക്കേറ്റു എന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അസ്മയെ ആശുപത്രിയിൽ എത്തിക്കാതെ വേണ്ടുന്ന ചികിത്സ നൽകാതെ പ്രസവമെടുക്കാൻ മുൻകൈയെടുത്ത ഭർത്താവ് സിറാജുദ്ദീനെ സഹായിച്ച ഈ ഫാത്തിമ എന്ന സ്ത്രീയെ തന്നെയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി പോലീസ് തെരഞ്ഞുകൊണ്ടിരുന്നത്. പോലീസ് പ്രസവ സമയത്ത് മറ്റൊരാൾ കൂടി വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും അത് ഫാത്തിമ ആണ് എന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഫാത്തിമയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. നിലവിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിറാജുദ്ദീൻ ആശുപത്രി ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് അമിത രക്തസ്രാവത്തിന് പിന്നാലെയാണ് അസ്മ മരിച്ചത്. അസ്മ മരിച്ചതിൽ പോലും യാതൊരു ഖേദവും പ്രകടിപ്പിക്കാതെ പായയിൽ പൊതിഞ്ഞുകെട്ടി ശ്വാസം മുട്ടാണ് എന്ന് പറഞ്ഞ് ആംബുലൻസ് ഡ്രൈവറെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹം അസ്മയുടെ മൃതശരീരം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെ അന്ധവിശ്വാസം പേറി നടക്കുന്ന, അന്ധവിശ്വാസം പ്രചരിപ്പിച്ച് ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ എടുക്കുന്ന ഇത്തരം കൊലയാളികളെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ നവോത്ഥാനത്തിന്റെ ലക്ഷണമാണ്. ആനയും പൂച്ചയും ആടുമൊക്കെ ആശുപത്രിയിലാണോ പ്രസവിക്കുന്നത്? ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾക്ക് നേരെ ഉസ്താദുമാർ, പ്രത്യേകിച്ച് ഒരുപാട് ഉസ്താദുമാർ, ഈ പകര ഉസ്താദിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണിത്. ഇത്ര വലിയ ജീവിയായിട്ടുള്ള ആന പോലും ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നില്ല. അപ്പോൾ പിന്നെ സ്ത്രീകൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കേണ്ടുന്ന ആവശ്യം എന്താണ് എന്ന ചോദ്യം ഉയർത്തി ഗർഭിണികളെ വീട്ടുപ്രസവത്തിന് ഉദ്ബോധിപ്പിക്കുകയാണ് ഈ പകര ഉസ്താദിനെ പോലെയുള്ള ആളുകൾ. ഇതുപോലെയുള്ള പ്രോത്സാഹന പ്രഭാഷണങ്ങൾ നടത്തുന്ന ഉസ്താദുമാരുടെയും മൗലവിമാരുടെയും അസംഖ്യം വീഡിയോകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആശുപത്രി പ്രസവത്തെ എതിർക്കുന്ന ഒരു ഉസ്താദിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗർഭിണിയായാൽ അപ്പോഴേക്കും ഓടും ആശുപത്രിയിലേക്ക്. ഈ പകരം ഉസ്താദിന്റെ വാക്കുകളാ. ആന വരെ പെറുന്നു. ഏത് ആനയാ ആശുപത്രിയിൽ പെറ്റത്? ആനയുടെ പ്രസവത്തെ പോലെ ഇടങ്ങേറുള്ള പ്രസവം വേറെയുണ്ടോ? ഇന്നേ വരെ ആന ഹോസ്പിറ്റലിൽ പെറ്റിട്ടില്ല. പൂച്ചയും ആടുമൊക്കെ പെറുന്നില്ലേ? 2, 3, 4 കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിൽ ഉണ്ടാകുന്നു. ആടും പൂച്ചയും ഒക്കെ ആശുപത്രിയിലാണോ പെറുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ ഭാര്യ ഇത്ര പ്രസവിച്ചു, എന്റെ മകൾ ഇത്ര പ്രസവിച്ചു, എന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള എന്റെ മരുമകൻ ഈ വേദിയിലുണ്ട്, 5 പ്രസവിച്ചു, ഒരെണ്ണം പോലും ആശുപത്രിയിൽ പോയിട്ടില്ല. വേറെ ഒരു മുജാഹിദ് മൗലവി വന്നിട്ടും ഇതേപോലെ തന്നെ പ്രസവം അത്ര പ്രയാസമുള്ള സംഗതിയല്ല, പ്രസവത്തിന് ആശുപത്രിയിൽ പോകേണ്ടതില്ല, എന്റെ ഭാര്യയെ കൊണ്ട് ആശുപത്രിയിൽ ഞാൻ പോയിട്ടില്ല, എനിക്കറിയുന്ന എന്റെ പരിചയത്തിലുള്ള ഒരു വീടുകളിലെയും സ്ത്രീകളെ ആശുപത്രിയിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇവർ കൊലയാളികളാണ്, നിശബ്ദരായിട്ടുള്ള കൊലയാളികൾ. കയ്യിൽ ആയുധമില്ല, പക്ഷേ നാവിലും തലച്ചോറിലും മുഴുവനും ആയുധമാണ്. നന്ദി.